ടെൻഷൻ അടിച്ചൊരു ദിവസം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ചേട്ടായി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡ് വെച്ചിട്ട് ഒരു പാമ്പ് കുഞ്ഞിനെ കണ്ടുകൊണ്ട് പറഞ്ഞു. അപ്പം ഇപ്പം മൊത്തത്തിൽ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പാമ്പ്. കുഞ്ഞു മക്കളെ ആയാലും പ്രായമായാലും ഒക്കെ പാമ്പ് പിടിച്ച് കടിച്ച് എത്രയോ പേര് മരിച്ചെന്ന വാർത്തയല്ലേ നമ്മൾ കേൾക്കണേ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉള്ളിലൊരു പേടി. അപ്പം ഒന്നും നോക്കിയില്ല. അപ്പം ഇന്ന് നേരം വെളുത്ത് കമ്പനിയിൽ വർക്കില്ലാന്ന്. അപ്പം പിന്നെ വേറെ ഒന്നും പണിക്ക് നിൽക്കാതെ അടുക്കളപ്പണിയൊക്കെ രാവിലെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം പിന്നെ രാവിലെ തന്നെ മുറ്റം നന്നാക്കാൻ വേണ്ടി പുറത്തേക്കാണ്. ആര്യപോലെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം പിന്നെ അതൊന്നും നോക്കിയില്ല. നമുക്ക് ക്ലീനിങ് ആയാലൊന്നും പ്രധാനം എന്താണെന്ന് വെച്ചാൽ പാമ്പിനെ പേടിച്ച് നമ്മൾ എല്ലാ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. അപ്പം അങ്ങനെ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. ഇതുപോലെ ഞങ്ങളുടെ കമ്പനിയുടെ അടുത്ത് പാമ്പിനെ കണ്ടിട്ട് ഞങ്ങൾ പേടിച്ച് ചേച്ചിമാരും ഞാനും എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ അവിടെ കമ്പനിയുടെ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടു. അപ്പം അതുപോലെ നമ്മളെ വീടിൻ്റെ പരിസരം നന്നാക്കി ഇടണ്ടേ. ഇത് ഞാൻ ആഴ്ചയിൽ ക്ലീനാക്കി ഇടണമായിരുന്നു. പക്ഷെ നമുക്ക് കമ്പനിയിൽ വർക്കുള്ളതുകൊണ്ട് വൈകുന്നേരം വരുമ്പോൾ വൈകും. അതുകൊണ്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും വർക്കില്ല എന്ന് പറഞ്ഞാലുകൊണ്ട് നമ്മൾ ഈ പണിയിലേക്ക് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കനാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നവമി നല്ല തണുത്ത വെള്ളം കൊണ്ട് വന്നെ. ഈ ചൂട് സമയത്ത് നമുക്ക് തണുത്ത വെള്ളം കിട്ടുമ്പോൾ എന്ത് ആശ്വാസമായിരിക്കും അല്ലേ. ആളെ ക്രോഷി ഓൺലൈൻ വഴി ക്രോഷി മേടിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾ എല്ലാവരും അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്യണയല്ലോ ക്രോഷി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ മുറ്റത്ത് നിൽക്കണമല്ല. അന്ന് അമ്മയെ ഞാനും കൂടാമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ കൊണ്ടു. പുല്ല് പറിക്കാനും മിറ്റടിക്കാനും ഒക്കെ തന്നെ എൻ്റെ കൂടെ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു വെയിലാണ്, കയറിപ്പൊക്കോ, ചൂട് വെയിലടിക്കണ്ട, കയറിപ്പൊക്കോ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അമ്മ ഞാനും ചെയ്യാം അമ്മയുടെ കൂടെ എന്നും പറഞ്ഞു. അപ്പോൾ അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം. അങ്ങനെ എൻ്റെ കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേ മിറ്റമൊക്കെ ക്ലീൻ ചെയ്ത് നന്നാക്കി. അപ്പോഴാണ് അവിടെ ഒരു കോഴിക്കുഞ്ഞ് കിടക്കണുണ്ട്. ആളുടെ പണ്ടത്തെ കളിപ്പാട്ടാട്ടോ. അത് കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ അത് എടുത്തുകൊണ്ട് പോയി ആൾ കൊണ്ടുവച്ചു. പിന്നെ കളിക്കാനെടുക്കാമെന്നും പറഞ്ഞു അത് എടുത്തുകൊണ്ട് വെച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി രണ്ടുപേരും കൂടി പുല്ല് പറിച്ച് നവമി പുല്ല് പറിച്ച് അപ്പുറം വീടിൻ്റെ പറമ്പ് വരെ പുല്ല് പറിച്ചു. അത്രയ്ക്ക് ആത്മാർത്ഥതയാണ് പുല്ല് പറിക്കലിനോട്. അപ്പം ഇവിടെ ഒരു കുഞ്ഞു മീൻകുളമുണ്ട്. ആ മീൻകുളത്തിൽ ഇതേ ഗപ്പി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു നന്നാക്കിയിട്ടു. അവിടെയും സൂപ്പറാക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേ പുല്ലൊക്കെ പറിച്ച് വേസ്റ്റൊക്കെ കൊണ്ടി കളഞ്ഞ് മിറ്റമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടു. അപ്പം എല്ലാവരും സമയം കിട്ടുന്ന പോലെ എല്ലാവരുടെയും വീടും പരിസരമൊക്കെ നന്നാക്കിയിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാട് പിടിച്ച് കിടക്കുമ്പോഴും ഒക്കെയാണ് പാമ്പുകൾ കൂടുതലായിട്ട് അവിടെ കയറിയിരിക്കുന്നത്. പുറത്ത് ചൂട് കൂടുതലായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്കൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും വീടും പരിസരവും എല്ലാം നന്നായി വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ ഞങ്ങൾ രാവിലെ തുടങ്ങിയ പണിയാട്ടോ. പുല്ല് പറിച്ചും അടിച്ചും ഒക്കെ മുറ്റം സൂപ്പറാക്കി നല്ല അടിപൊളിയാക്കി. അപ്പോഴാണ് നവമി പറയണേ അമ്മേ വിശക്കാ ചോറാട്ടെ എന്നും പറഞ്ഞു. പാവാതെ എൻ്റെ കൂടെ രാവിലെ കട്ടയ്ക്ക് എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നു കേട്ടോ. അടിക്കാനും പുല്ല് പറിക്കാനും ഒക്കെ. ഇനി അതിനെന്തായാലും ചോറ് കൊടുക്കട്ടെ. പിന്നെ ഇതാണ് മുറ്റം അടിപൊളിയാക്കി. ഒരു വശം ഞങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. അടുത്ത വശം നാളെ നന്നാക്കണം. നല്ല വെയിലൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് ഇന്നത്തേന് ഇത്രേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.